എന്തുകൊണ്ടാണ് ഈ വൈറ്റമിൻ B12 ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്? ഇത് നമ്മുടെ ശരീരത്തിൽ ശരിക്കും കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാക്കുക? കൂടുതലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെജിറ്റേറിയൻസിനായിട്ടുള്ള ആളുകൾക്കാണ് B12ന്റെ ഡെഫിഷ്യൻസി നന്നായിട്ട് കാണാം അല്ലേ? അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ബെസ്റ്റ് വെജിറ്റേറിയൻ സോഴ്സും അതുപോലെ തന്നെ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് സപ്ലിമെന്റ്സും ഞാനിവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ B12ന്റെ ഡെഫിഷ്യൻസി ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടിട്ട് അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലൊരു മാറ്റം തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും. സോ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ശരീരത്തിൽ ഈ വൈറ്റമിൻ B12 കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ തോന്നുന്ന ഒരു ലക്ഷണമാണ് രാത്രി നിങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നല്ലൊരു ക്ഷീണം പോലെ, എഴുന്നേൽക്കാനായിട്ട് തോന്നുന്നില്ല, എപ്പോഴും ഒരു ക്ഷീണം പോലെ തോന്നുകയാണെങ്കിൽ ഇത് ശരീരത്തിൽ B12 കുറഞ്ഞു വരുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ കയ്യിലും അതുപോലെ തന്നെ കണ്ണിലൊക്കെ ഒരു മഞ്ഞപ്പ് പോലെ, മഞ്ഞിച്ചിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുക. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് Hbയുടെ കൗണ്ട് നന്നായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായയിലും അതുപോലെ തന്നെ തൊണ്ണിലൊക്കെ ഒരു പൊളം പോലെ, ഒരു അൾസർ പോലെ, മൗത്ത് അൾസർ പോലെ ഒക്കെ വരികയാണെങ്കിൽ ഇതും B12ന്റെ ഡെഫിഷ്യൻസിയാണ്. മറ്റൊരു ലക്ഷണം നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്കൊരു മൂഡ് സ്വിങ്സ്, അതായത് നമ്മുടെ ഇറിറ്റേഷൻ നന്നായിട്ട് കൂടുകയാണ്, ഒരു പേടി പോലെ, ഒരു ആൻസൈറ്റി പോലെ ഫീൽ ചെയ്യുന്നതും ശരീരത്തിൽ B12ഉം അതുപോലെ തന്നെ വൈറ്റമിൻ D കുറയുന്നത് കൊണ്ടും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണാറുണ്ട് കേട്ടോ. വേറൊരു സിഗ്നലാണ് കയ്യിലും അതുപോലെ തന്നെ കാലിലൊക്കെ ഉറുമ്പരിക്കുന്നത് പോലെ, ഒരു തരിപ്പ് പോലെ തോന്നുകയാണെങ്കിൽ ഇതും വൈറ്റമിൻ B12 കുറയുന്നതുകൊണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ നിങ്ങൾക്ക് ഏതാണ് ഫീൽ ചെയ്യുന്നത്? ഒരു ലക്ഷണമാണെങ്കിൽ ഓക്കെ, ഇതിൽ ഒന്നിൽ കൂടുതലാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ വൈറ്റമിൻ B12 നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യാനും കൂടി നോക്കുക. ഇതിന്റെ നോർമൽ റേഞ്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 200 മുതൽ 950 ഇതിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഒരു 150നേക്കാൾ കുറവാണ് നിങ്ങൾക്ക് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കണം. പല സമയങ്ങളിലും ഇത് പല ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിലേക്കും വഴിതിരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും അല്ലെങ്കിൽ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്താൽ തന്നെ വിതിൻ കുറച്ച് നാളുകൾ കൊണ്ട്, കുറച്ച് 2 മാസം കൊണ്ട് തന്നെ നല്ലൊരു നോർമൽ റേഞ്ചിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇതിന്റെ സോഴ്സസ് പറയുന്നതിന് മുന്നേ ആയിട്ട് ഒരു ദിവസത്തിൽ നമ്മുടെ ശരീരത്തിൽ വേണ്ട വൈറ്റമിൻ B12 പറഞ്ഞു കഴിഞ്ഞാൽ 2.4 മൈക്രോഗ്രാം, ഇത്ര അളവിലാണ് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്. ഇനി ഇത് എന്തുകൊണ്ടൊക്കെയാണ് കുറയുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവർക്കാണ് കൂടുതൽ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുക. രണ്ടാമത്തെ ഒരു കാരണം നോക്കുകയാണെങ്കിൽ നമ്മൾ വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, IBS പോലെയുള്ള പ്രശ്നങ്ങൾ, ഇൻഡൈജഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ശരീരം ശരിയായിട്ട് ഇതിനെ അബ്സോർബ് ചെയ്യില്ല. അങ്ങനെയും ഇത് കുറഞ്ഞു വരാം. മൂന്നാമതായിട്ട് നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വൈറ്റമിൻ B12 ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞു വരുന്നതാണ്. ഇനി നമുക്ക് ഈ സോഴ്സസിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യത്തെ ഒരു സോഴ്സ് നോക്കുകയാണെങ്കിൽ പാലും അതുപോലെ തന്നെ പാലിന്റെ ഉൽപ്പന്നങ്ങളും. ഒരു ഗ്ലാസ് പാല്, ശുദ്ധമായിട്ടുള്ള പാല് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. ഒരു ഗ്ലാസ് പാലിൽ ഏകദേശം നമുക്ക് കിട്ടുന്നത് 1 മുതൽ 2 മൈക്രോഗ്രാം വൈറ്റമിൻ B12ന്റെ അളവാണ് കിട്ടുക. അതുപോലെ പാലിന്റെ ഉൽപ്പന്നങ്ങൾ നോക്കുകയാണെങ്കിൽ തൈര്, പനീർ, സംഭാരം, നെയ്യ് ഇതും നല്ലൊരു സോഴ്സ് തന്നെയാണ്. 200 ഗ്രാം തൈര് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 1 മൈക്രോഗ്രാം എന്നുള്ള ഒരളവിലും കിട്ടും. ഈ തൈരില് ഇത് മാത്രമല്ല, B12 മാത്രമല്ല കേട്ടോ, നല്ല രീതിയിൽ പ്രോബയോട്ടിക്കും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഗുഡ് ബാക്ടീരിയാസിനെ നന്നായിട്ട് കൂട്ടിയിട്ട് ശരീരത്തിന്റെ ദഹനത്തിനും അത് നന്നായിട്ട് കൂട്ടും. അതുപോലെ പുളിപ്പിച്ച ഭക്ഷണങ്ങളായിട്ടുള്ള സംഭാരം നല്ലതാണ്. ഈ ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടല്ലോ പുളിപ്പിച്ചിട്ടുള്ളത്, ഇതും നമ്മുടെ ശരീരത്തിലത്തെ ബാക്ടീരിയാസിനെ നന്നായിട്ട് കൂട്ടാനും B12നും നല്ലൊരു സോഴ്സും കൂടിയാണ്. ഇത് കൂടാതെ കടല, പച്ചച്ചീര, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, നെല്ലിക്ക ഇതും നല്ല സോഴ്സ് തന്നെയാണ്. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ ദിവസേന ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ദിവസത്തിൽ വേണ്ട വൈറ്റമിൻ B12ഉം നല്ല രീതിയിൽ ലഭിക്കും. ഇനി ഇത് കൂടാതെ ഞാൻ 3 സപ്ലിമെന്റും കൂടി പറയുന്നുണ്ട്. ഈ സപ്ലിമെന്റിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടി നിങ്ങൾ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്താനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യത്തെയാണ് വീറ്റ് ഗ്രാസ് ജ്യൂസ്. ഇത് മറ്റൊന്നല്ല കേട്ടോ, ഗോതമ്പ് മുളപ്പിച്ചതിന്റെ പുല്ലില്ലേ, അതാണ് സംഭവം. ശരിക്കും പറഞ്ഞത് ഒരു സൂപ്പർ ഫുഡ് മാത്രമല്ല കേട്ടോ, നല്ല രീതിയിൽ വൈറ്റമിൻ B12 നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ വീട്ടില് പുല്ലായിട്ട് മുളപ്പിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അത് ജ്യൂസ് ആക്കിയിട്ട് നമുക്ക് കുടിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ പൗഡർ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അവിടെ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ ഇതിന്റെ ഒരു പുല്ല് നിങ്ങൾക്ക്, പിന്നെ അതിന്റെ ജ്യൂസും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും ഓൺലൈനിൽ. അതിനേക്കാളും പകരം നിങ്ങൾ പുല്ലിന്റെ പൊടി നിങ്ങൾക്ക് വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതലും ബെറ്റർ. ഇതൊരു 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ പൊടി നമ്മൾ 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് രാവിലെ ഭക്ഷണത്തിന് മുന്നേ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം 1 ഗ്ലാസ്. ഇതെന്ന് പറഞ്ഞാൽ രക്തത്തിനെ നന്നായിട്ട് ശുദ്ധിയാക്കുക, മുടിക്ക്, ചർമ്മത്തിന്, രോഗപ്രതിരോധ ശേഷി, ഇങ്ങനെ പറയുന്ന ധാരാളം ബെനിഫിറ്റ്സ് ഈ ഒരു കാര്യത്തിലുണ്ട് കേട്ടോ. അപ്പൊ ആദ്യത്തെ ഒരു റെമഡിയാണ് വീറ്റ് ഗ്രാസ് ജ്യൂസ്. ഇതുപോലെ തന്നെ സൂപ്പർ ഫുഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് മുരിങ്ങയുടെ ഇല. നല്ല രീതിയിൽ വൈറ്റമിൻ B12, ആന്റി ഓക്സിഡൻസ് ഒക്കെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് മുരിങ്ങയില
ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ തോരൻ വെച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിന്റെ പൗഡർ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഏതാണോ ജെനുവിൻ ആയിട്ട് തോന്നുന്നത് അങ്ങനെ നിങ്ങൾക്ക് വാങ്ങാം. ഇല്ലെങ്കിൽ ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ടീസ്പൂൺ, ഒരു 30 ml അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് രാവിലെ ഭക്ഷണത്തിന് മുന്നേ അല്ലെങ്കിൽ ശേഷമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അല്ല, നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലും ചേർത്ത് കഴിക്കാം. സ്മൂത്തി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ വേണമെങ്കിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഏതെങ്കിലും ഒരു ഫോമിൽ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കാനായിട്ട് കൂടി നോക്കുക. അപ്പൊ രണ്ടാമത്തെ നമ്മുടെ ഒരു സപ്ലിമെന്റ് ആണ് മുരിങ്ങയുടെ ഇല. ഇനി നമ്മുടെ മൂന്നാമത്തെ ഒരു സോഴ്സ് ആണ് ന്യൂട്രീഷണൽ ഈസ്റ്റ്. സാധാരണ ഈസ്റ്റിനേക്കാളും ഒരു ഇനാക്ടിവേറ്റഡ് ഫോം ആയിട്ടുള്ള ഒരു ഫോം കൂടിയാണ് കേട്ടോ ഇത്. നമ്മൾ ഒരു ടീസ്പൂൺ ന്യൂട്രീഷണൽ ഈസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 1 മൈക്രോഗ്രാം വൈറ്റമിൻ B12ഉം 2 ഗ്രാമോളം പ്രോട്ടീൻ, ഇത്തരത്തിലുള്ള അളവിലാണ് നമുക്ക് ലഭിക്കുക. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിലൂടെ ഫോളിക് ആസിഡ്, വൈറ്റമിൻ ബിയുടെ ധാരാളം ഫോംസും ഇതിലൂടെ ലഭിക്കുന്നതും കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ചീസി ഫ്ലേവർ ഇഷ്ടമുള്ള ആളുകളാണ്, ഒരു ചീസിന്റെ ഫ്ലേവർ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നത് കൂടിയാണ്. നിങ്ങൾ സാലഡ് ഉണ്ടാക്കുന്ന സമയത്ത്, കറി ഉണ്ടാക്കുന്ന സമയത്ത്, സൂപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കൂടുതലായിട്ട് യൂസ് ചെയ്യരുത്. 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ അത്ര മാത്രം യൂസ് ചെയ്താൽ മതി. കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത്രയും നല്ലൊരു കാര്യം കൂടിയല്ല. പിന്നെ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് അൺഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഈസ്റ്റ് വാങ്ങാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. കംപ്ലീറ്റ്ലി വീഗൻ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഒരു സോഴ്സ്. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വൈറ്റമിൻ B12 നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതെങ്ങനെ എടുക്കാം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണത്തിൽ ഞാൻ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള പച്ചക്കറികളാണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള പാലിന്റെ ഉൽപ്പന്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതിന്റെ കൂടെ ഈ പറഞ്ഞിട്ടുള്ള 3 സപ്ലിമെന്റിൽ ഏതെങ്കിലും ഒന്നും കൂടി വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 40 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ നിങ്ങളുടെ വൈറ്റമിൻ B12 ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം എന്തായാലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എഗെയിൻ ഞാൻ പറയാണ്, ഒരു ദിവസം കൊണ്ടൊന്നും പെട്ടെന്ന് കൂടുന്ന ഒരു കാര്യമല്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഒരു ചേഞ്ചസ് കാണാനായിട്ട് പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ പരിഹരിക്കാനും കൂടി നോക്കുക. സോ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇൻഫോർമേറ്റീവ് ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നമസ്കാരം.